ആറളം ഫാമിൽ ഓപ്പറേഷൻ ഗജമുക്തിക്ക് തുടക്കമായി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ ആറളം ഫാമിനകത്ത് കയറ്റിവിട്ടതിനെതിരെ ഫാമിൽ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് ഗജമുക്തി ആരംഭിച്ചത്. ഇരിട്ടി അയ്യൻകുന്ന് ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്തി ആറളം ഫാമിലേക്ക് കയറ്റിവിടുന്നതിനെതിരെ ആറളം ഫാമിനകത്തു നിന്നും പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് വനംവകുപ്പ് സംയുക്ത ടീമിന്റെ ഗജമുക്തി ഓപ്പറേഷൻ ആരംഭിച്ചത്. അങ്ങാടിക്കടവ്, കരിക്കോട്ടക്കരി ഭാഗങ്ങളിലെത്തിയ കാട്ടാനയെ വനത്തിലേക്ക് തുരത്തുന്നതിനു പകരം ആറളം ഫാമിലേക്ക് തുരത്തിയതിൽ ആദിവാസി ക്ഷേമസമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു. ആനശല്യം കൊണ്ട് ഫാമിലുള്ളവർ പൊറുതിമുട്ടുന്നതിനിടയിലാണ് വീണ്ടും മറ്റൊരു സ്ഥലത്തു നിന്നുകൂടി കാട്ടാനയെ ഫാമിലെത്തിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു. കർണാടക ഫോറസ്റ്റിലേക്ക് ഓടിച്ചു വിട്ടുള്ള ആനയാണ് നമ്മൾ ആറളം ഫാമിലേക്ക് ഓടിച്ചു വിട്ടത്. ആറളം ഫാമിൽ ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആദിവാസികൾ മരിച്ചു കഴിഞ്ഞാലും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കോ അല്ല ഫാമിലുള്ള ഉദ്യോഗസ്ഥർക്കോ ഒരു വിഷയമില്ല. നേരെ കരിക്കോട്ടക്കരി മേഖലയിലാണ് വരുന്നതെങ്കിൽ ജനങ്ങളെ എതിർക്കും എന്നുള്ളത് ശക്തമായിട്ട് അവർക്കറിയാം. ഇവിടെ കൊണ്ടുവിട്ടാൽ ആരും പറയാനില്ല എന്നർത്ഥത്തിലാണ് ഇവിടെ കൊണ്ടുവിട്ടത്. ആറളം ഫാമിലെ ഉദ്യോഗസ്ഥരും പറയുന്നില്ല, മറ്റുള്ള ആദിവാസി മേഖലയിലോ ആരും തന്നെ പറയുന്നില്ല. അവർ മരിച്ചു കഴിഞ്ഞാലും വിഷയമില്ല എന്നർത്ഥത്തിലാണ് ഇവിടെ കൊണ്ടുവിട്ടത്. 40-40ഓളം ആനകൾ ഇവിടെ മൂന്നാം ബ്ലോക്കിലും ഫാമിലും പല മേഖലയായിട്ട് എല്ലാം രാത്രി അടക്കം ഇവിടെ ഓരോരുത്തരുടെ വീടിൻ്റെ മുറ്റത്ത് അടക്കം ആന ഇറങ്ങി ജനങ്ങളെ ഭീതിപ്പെടുത്തിയ സ്ഥിതിയാണുള്ളത്. അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ കർണാടക ഫോറസ്റ്റിൽ നിന്ന് ഓടിച്ചിട്ട് ആളെ ഫാമിലേക്ക് ആനയെ കൊണ്ടുവന്നത് മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ആദിവാസികൾക്ക് ഒരു വിലയും കൂടി കൊടുക്കാൻ പോലും തയ്യാറാണില്ല. ഇവിടെയുള്ള ഫോറസ്റ്റ് അധികാരികളാണ് ഇടപെട്ട് ആനയെ പുറത്തുനിന്ന് ഇവിടെ കൊണ്ടുവരുന്നത്. ഫാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫാമിൻ്റെ MD ആയാലും ഇവിടെ TRDMൻ്റെ സൈറ്റ് മാനേജർ അടക്കമുണ്ട്. ഇവരടക്കം ഇതിനൊന്നും മിണ്ടാത്ത സ്ഥിതിയാണുള്ളത്. എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് AK സംഘടന, ആദിവാസി ക്ഷേമസമിതിൻ്റെ സംഘടന, ആറളം ഫാം ഏരിയ സെക്രട്ടറി എന്നവർക്ക് അതിന് ശക്തമായിട്ട് തന്നെ നേരിടാൻ തയ്യാറാവും. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ പൂർണ്ണ സഹകരണത്തോടെയും വിപുലമായ സന്നാഹങ്ങളോടെയുമാണ് ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. വനംവകുപ്പിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമാണ് ദൗത്യം നടപ്പിലാക്കുന്നത്. അത്യാധുനിക ഡ്രോണുകളും ക്യാമറ ട്രാപ്പുകളും ഉപയോഗിച്ച് ഫാം ഏരിയയിലെ ആനക്കൂട്ടങ്ങളെയും ഒറ്റയാനകളെയും കണ്ടെത്തും. കൊട്ടിയൂർ റേഞ്ച് ഓഫീസറും ആറളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡനുമാണ് ഇൻസിഡന്റ് കമാൻഡർമാരായി പ്രവർത്തിക്കുന്നത്. 2 പ്രത്യേക ഡ്രൈവിംഗ് ടീമുകളെയാണ് ദൗത്യത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.